നമസ്കാരം. വളരെ നിസാരമായി നമ്മൾ കരുതുന്ന പലതിനും തന്നെ ഒത്തിരിയേറെ ഔഷധ മൂല്യമുള്ളതാണ് നമുക്ക് ചുറ്റുമുള്ളത്. പേരയ്ക്ക് വളരെയധികം ഇഷ്ടമുള്ളവരാണ്, കഴിക്കുന്നവരാണെങ്കിലും പേര ഇലയെക്കുറിച്ച് അത്ര തന്നെ ധാരണയില്ലാത്തവരാണ് നമ്മളെല്ലാവരും തന്നെ. ഇതിന് ഒരുപാടേറെ ആരോഗ്യ സൗന്ദര്യ ഗുണങ്ങളുണ്ട് കേട്ടോ. സ്കിപ്പ് ചെയ്ത് പോവല്ലേ, മുഴുവൻ കേൾക്കണേ. അത്രയേറെ ഗുണകരമായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ ഡോക്ടർ സജിത ദിജിൻ. പേരയിലയിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി മൈക്രോബിയൽ, ആൻറ്റി ഓക്സിഡൻ്റ്, ഫിനോളിക് സംയുക്തങ്ങൾ തുടങ്ങിയിട്ടുള്ള വിവിധ ബയോ ആക്റ്റീവ് സംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ശ്വാസകോശത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ഇത് വളരെ നല്ലതാണ്. അതുപോലെ പേരയിലയിൽ പ്രകൃതിദത്തമായിട്ടുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളൊക്കെ സമ്പന്നമായതുകൊണ്ട് പല്ലിൻ്റെ ആരോഗ്യം മികച്ചതാക്കി മാറ്റാൻ സഹായിക്കുന്നുണ്ട്. ആൻറ്റി ബാക്ടീരിയൽ ഏജൻറ്റുകൾ അടങ്ങിയിട്ടുള്ള പേരയില പല്ലുവേദന, മോണയിലെ വീക്കം, ഓറൽ അൾസർ എന്നിവയൊക്കെ അകറ്റുന്നതിന് സഹായിക്കുന്നുണ്ട്. അതിന് കൂടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും പേരയില വളരെ ഉത്തമമാണ്. ഇനി പേരയില തന്നെ ഏത് രീതിയിൽ നമുക്ക് ഉള്ളിലേക്ക് എടുക്കാം എന്നുള്ള സംശയം വരാം. രണ്ട് രീതിയിൽ നമുക്ക് ഉള്ളിലേക്ക് എടുക്കാൻ പറ്റും. ഒരു 2 ഇല വീതം, അത്ര തന്നെ അധികം മൂക്കാത്ത ഇല എടുത്തിട്ട് ചവച്ചരച്ച് കഴിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോണയിൽ വീക്കം ഉണ്ടെങ്കിലോ മോണയിൽ നിന്ന് ചെറുതായിട്ട് ബ്രഷ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ബ്ലീഡിങ് വരുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിലോ, പല്ല് വേദനയുള്ളവർക്ക്, വായ്നാറ്റം പ്രശ്നങ്ങളുള്ളവർക്ക്, വായിലൊക്കെ സ്റ്റൊമറ്റൈറ്റിസ് അല്ലെങ്കിൽ അൾസർ വന്നിട്ടുള്ള രോഗികളാണെങ്കിൽ അവർക്കും ഒക്കെ തന്നെ ഇതുപോലെ 2 ഇല ചവച്ച് കഴിക്കുന്നത്, വെറും വയറിൽ രാവിലെ കഴിക്കുന്നത് നല്ലതാണ്. ഇതിൻ്റെ സത്ത് ഇറക്കി ബാക്കി നമുക്ക് തുപ്പിക്കളയാം. ഈ രീതിയിൽ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചായയും കോഫിയും ഒക്കെ എപ്പോഴും കുടിക്കുന്നവരാണെങ്കിൽ അതൊന്നും അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് നമ്മുടെ ഗ്രീൻ ടീയേക്കാൾ ഏറെ മികച്ചതാണ്. അത്രയേറെ ആൻറ്റി ഓക്സിഡൻസ് ഇതിൽ ലൈക്കോപ്പീനും ക്വെർസെറ്റിനും ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഒരുപാടേറെ സ്കിന്നിനും ഓവറോൾ ബോഡിക്കും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരുപാട് രോഗങ്ങളെ തടഞ്ഞു നിർത്താനുള്ള ഒരു ഗുണം കൂടെ ഈ ഒരു പേരയിലേക്ക് ഉണ്ട്. പലപ്പോഴും നിസാരമായിട്ട് കാണുന്നതാണെങ്കിലും ഗുണത്തിൽ വളരെ മുന്നിലാണ്. അപ്പോൾ ഇതിൽ ചായ തയ്യാറാക്കണമെങ്കിൽ മാക്സിമം ഒരു 4 ഇല മതി. ഒരു മീഡിയം മൂപ്പെത്തിയിട്ടുള്ള ഇല നമുക്ക് എടുക്കാം. അത് നന്നായിട്ട് തിളപ്പിച്ച് ഒരു 2 ഗ്ലാസ് വെള്ളത്തിലിട്ട് 4 ഇല തിളപ്പിച്ചിട്ട് അടച്ചു വെച്ച് തിളപ്പിക്കുക. അതിനുശേഷം അത് ഇളം ചൂടോടുകൂടി കുടിക്കാൻ എടുക്കാവുന്നതാണ്. ഇങ്ങനെ കഴിക്കുന്നത് ഇതിലെ വൈറ്റമിൻ സിയും അതുപോലെ തന്നെ വൈറ്റമിൻ B6, പ്രോട്ടീൻ, അതുപോലെ കോളിൻ, വൈറ്റമിൻ സി, കാൽസ്യം, ഇരുമ്പ്, മാഗ്നീഷ്യം, മാംഗനീസ്, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സോഡിയം ഇതെല്ലാം തന്നെ അടങ്ങിയിട്ടുണ്ട്. ഒട്ടനേകം മിനറൽസ് ചേർന്നിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ശരീരത്തിൽ ഉണ്ടാവുന്ന രോഗങ്ങളെ തടുക്കാൻ സഹായിക്കുന്ന, രോഗപ്രതിരോധ ശേഷി കൂട്ടുന്ന ഒന്നുകൂടിയാണ് ഈ ഒരു ചായ കുടിക്കുന്നത്. ചായയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തളിരില ചവച്ച് കരച്ച് കഴിക്കുന്നതോ നല്ലതാണ്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് സ്റ്റൊമറ്റൈറ്റിസ് അല്ലെങ്കിൽ അൾസർ രോഗികളുണ്ടല്ലോ, വായിലൊക്കെ പുണ്ണ് വരുന്നൊരവസ്ഥ, അത് നമുക്കറിയാം. അതിൻ്റെ ഒരു ബേസിക് കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം, വൈറ്റമിൻ B കോംപ്ലക്സ് ഒക്കെ തന്നെ കുറയുമ്പോഴും ഈ ഒരു പ്രശ്നം ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ വൈറ്റമിൻ B കോംപ്ലക്സ് എടുത്തു കഴിഞ്ഞാൽ ഇത് കുറയുന്നതായിട്ട് കാണാം. പക്ഷേ ഇതൊരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാര മാർഗമായിട്ട് വരാറില്ല. താൽക്കാലികമായിട്ട് നമുക്കത് മാറുമെങ്കിലും പൂർണ്ണമായിട്ട് മാറ്റണമെങ്കിൽ നമുക്ക് വയറിന് വരുന്ന ഇത്തരം പ്രശ്നങ്ങൾ മാറ്റി തന്നെ വേണം. വിരശല്യം കൊണ്ടുവരാം. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് സംഭവിക്കുകയാണെങ്കിൽ ഇതിൽ തന്നെ ഈ പേരയുടെ തളിരില എടുക്കാം. അതെല്ലാം കൂടെ ഒരു പിടി എടുത്താൽ മതി. പേരയില അല്പം എടുക്കാം. അതുപോലെ കരിനെച്ചിയില അറിയായിരിക്കും, ആ ഇലയും, പിന്നെ ഉണങ്ങിയിട്ടുള്ള മഞ്ഞളുണ്ടല്ലോ അതും കൂടെ ഒന്ന് ചതച്ചിട്ടിട്ട് നന്നായിട്ട് ഒരു 2 കപ്പ് വെള്ളത്തിലിട്ട് നന്നായി തിളപ്പിച്ച് കുറച്ച് വറ്റിച്ചെടുത്തിട്ട് ആ ഡിക്കോക്ഷൻ നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ അതുകൊണ്ട് വായ ഒന്ന് കവിൾക്കൊള്ളാൻ ഉപയോഗിക്കാവുന്നതാണ്. ഇത് തുടർച്ചയായിട്ട് കുറച്ച് നാൾ ചെയ്താൽ ഒരു ദോഷവും തന്നെ ഇല്ലാത്തൊരു കാര്യമാണ്. തുടർച്ചയായിട്ട് ചെയ്താൽ ഇതുപോലെ വയറ് നന്നായിട്ട് ക്ലീൻ ആവുന്നതും ഇതുപോലുള്ള സ്റ്റൊമറ്റൈറ്റിസ് അല്ലെങ്കിൽ വായ്പുണ്ണ് പ്രശ്നങ്ങളും ഒക്കെ തന്നെ മാറ്റി നല്ല രീതിയിൽ നമുക്ക് പൂർണ്ണ ആരോഗ്യം തിരിച്ചു കിട്ടുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ അത് നല്ലൊരു മെത്തേഡാണ്. ഈ 3 കാര്യങ്ങൾ ഒരുമിച്ച് ചേർത്ത് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതും വായ കഴുകുന്നതും തന്നെ. കുടൽ സംബന്ധമായിട്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെയൊക്കെ മാറ്റാനായാലും ഹൃദയത്തിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും എല്ലാം സഹായിക്കുന്നതാണ് ഈ പേരയില എന്ന് പറയുന്നത്. ഈ രീതിയിൽ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് ഇതെപ്പോഴും നാരുകൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. വയറ് സംബന്ധമായിട്ട് ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ ബുദ്ധിമുട്ടുകളും അസിഡിറ്റി ഒക്കെ ഉള്ളവരാണെങ്കിൽ അത് കുറയ്ക്കാനും കൂടെ സഹായിക്കും. അതുപോലെ വയറിളക്കം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ നമുക്ക് ഈ ഒരു പേരയിലിട്ടുള്ള തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ മതി. ഇനി നിങ്ങളൊരു ഷുഗർ പേഷ്യൻ്റ് ആണെങ്കിൽ, നിങ്ങൾക്ക് ഡയബറ്റീസ് ആണ് എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം,
എപ്പോഴും പറയാറില്ലേ, പേരയ്ക്ക എന്ന ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ കുറഞ്ഞതാണ്. അതൊരു അധികം പഴുക്കാത്ത ഒരു പേരയ്ക്കയാണെങ്കിൽ ഒരു ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞതും ഒരു 12 ഒക്കെ തന്നെ വരുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു 24 ഒക്കെ തന്നെ വരുള്ളൂ നന്നായിട്ട് പഴുത്തതാണെങ്കിലും. അപ്പോൾ പ്രമേഹ രോഗികളാണ് ചെയ്യേണ്ടത് ഈ പച്ച പേരയ്ക്ക അത് ഡെയിലി കഴിച്ചാലും വളരെ നല്ലതാണ്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ കൂടെ ഉണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു പ്രമേഹത്തിനെ നിയന്ത്രിച്ച് നിർത്താനും സഹായിക്കുന്നുണ്ട്. അപ്പോൾ പ്രമേഹ രോഗികൾക്ക് സേഫായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് പേരയ്ക്ക എന്നുള്ളത്. പേരയ്ക്കയിൽ തന്നെ ഇതിലടങ്ങിയിട്ടുള്ള പോഷകങ്ങൾ ഇൻസുലിൻ ഉൽപാദനത്തിനായിട്ട് പാൻക്രിയാസിലെ കോശങ്ങളെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരതയോടെയൊക്കെ നിലനിർത്താനൊക്കെ ഗുണം ചെയ്യും. അതിനാൽ ഒരു 2 ലിറ്റർ വെള്ളത്തിൽ 3 പേരയ്ക്ക ഇലയിട്ടൊക്കെ തിളപ്പിച്ച് കുടിക്കുന്നതൊക്കെ നല്ലതാണ്. ഇനി ശരീരഭാരം കുറയ്ക്കാനാണെങ്കിലും ഇതേ രീതിയിൽ തന്നെ വെള്ളം തിളപ്പിച്ച് കുടിക്കാം. അമിതമായിട്ട് അടിഞ്ഞുകൂടുന്ന കൊഴുപ്പിനെയൊക്കെ അകറ്റാനും ശരിയായിട്ടുള്ള ദഹന പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നതും കാരണം നമുക്ക് അമിതമായിട്ട് വണ്ണം വെക്കുന്നത് കുറയ്ക്കാൻ സഹായിക്കും. വൈറ്റമിൻ എയും ഉണ്ട് കേട്ടോ, കണ്ണിൻ്റെ കാഴ്ചശക്തിക്കൊക്കെ വളരെ നല്ലതാണ്. ഇനി ഇത് പലപ്പോഴും നമ്മുടെ ഒരു പ്രശ്നം മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നത് അത്ര തന്നെ സേഫ് അല്ല എന്നുള്ളതാണ്. വീട്ടിലുണ്ടെങ്കിലോ അതിന് വവ്വാലെല്ലാം കഴിച്ചിട്ട് കഴിക്കാനുള്ള ധൈര്യക്കുറവും കാണും. അപ്പോൾ അങ്ങനെയുള്ളവർ നന്നായിട്ട് കവർ ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ പേരയ്ക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലൊന്നും വെറുതെ കളയരുതേ. വൈറ്റമിൻ സിയുടെ കലവറ തന്നെയാണ്. നമുക്ക് പാവങ്ങളുടെ ആപ്പിൾ എന്നുള്ളതാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് പോലും. അപ്പോൾ അത്രയേറെ ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള പേര ഇല ഈ രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി ഇതിൽ അടങ്ങിയിട്ടുള്ള ഇത്തരം ആൻറ്റി ഓക്സിഡൻസുകളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഗ്ലോ ചെയ്ത് നിലനിർത്താൻ സഹായിക്കും. ദേഹത്തേക്ക് എടുക്കുകയാണെങ്കിലും ഒക്കെ ചെയ്യേണ്ടത് നല്ല മൂത്ത ഇല എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിന് മൂത്ത ഇല നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അല്പം വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് അതിൻ്റെ കളറ് മാറിക്കഴിഞ്ഞാൽ ആ വെള്ളം തണുത്തതിന് ശേഷം നിങ്ങൾക്ക് തല കഴുകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. തല കഴുകി കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് ഉണ്ടാവുന്ന താരൻ പ്രശ്നങ്ങളെ മാറ്റാൻ നല്ലതാണ്. അതുപോലെ മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ അതിനെ സ്റ്റോപ്പ് ചെയ്യാനും മുടി നല്ല സ്ട്രോങ്ങോടുകൂടി വളരാനൊക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. വളരെ ഗുണകരമായിട്ട് കണ്ടിട്ടുള്ളതാണ്. ഒരുവിധം എല്ലാ സ്കാൽപ്പിനും എല്ലാ ഹെയർ ടൈപ്പിനും ഒക്കെ തന്നെ മാച്ച് ആയിട്ടുള്ള ഒന്നാണ് പേരയിലയുടെ വെള്ളം എന്നുള്ളത്. അതുപോലെ തന്നെ ഇനി ഇത് നിങ്ങൾക്ക് ദേഹത്തുള്ള നീരും വേദനയൊക്കെ കുറയ്ക്കാനാണെങ്കിൽ പ്ലാവിലയും പേരയിലയും കൂടെ അല്പം ഇട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളം ചൂടോടുകൂടി ദേഹത്തൊഴിക്കുക. ചൂട് എന്ന് വെച്ചാൽ മിതമായ ചൂട്, ശരീരത്തിനൊക്കെയുള്ള ഇളം ചൂടിൽ ദേഹത്തൊഴിക്കുന്നത് നീരും വേദനയും കുറയ്ക്കാൻ നല്ലതാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ പേരയുടെ ഇല തന്നെ നന്നായിട്ട് അരച്ചെടുത്ത് നീരുള്ള ഭാഗങ്ങളിലൊക്കെ തന്നെ കെട്ടിവെക്കാനും ഉപയോഗിക്കാറുണ്ട്. പേരയിലയുടെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ആമാശയത്തിലെ നല്ല ബാക്ടീരിയകളെയൊക്കെ തന്നെ വർദ്ധിപ്പിക്കാനും അതുപോലെ ദഹനം എളുപ്പമാക്കാനും സഹായിക്കുന്നുണ്ട്. ഇതിൽ മുഖക്കുരു ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ അത് കുറയ്ക്കാൻ നമുക്ക് ഇതിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ കൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. ഇത് തന്നെ ഉള്ളിലേക്ക് ടീ ആയിട്ട് കുടിക്കുന്നതും നല്ലതാണ്. അതിന് പുറമെ നിങ്ങൾക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാനും അല്ലെങ്കിൽ ഇതിൻ്റെ വെള്ളം ഇലയിട്ട് തിളപ്പിച്ച വെള്ളം ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ അത് ഉപയോഗിച്ച് മുഖം കഴുകാനോ അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഒരു ടോണറായിട്ടോ ഒക്കെ ഉപയോഗിക്കാം. ഇതിന് വൈറ്റമിൻ ഇ ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് സ്കിന്നിനെ നല്ല യൂത്ത്ഫുൾ ആയിട്ട് ഇരുത്താൻ സഹായിക്കുന്നുണ്ട്. ഇന്തോനേഷ്യയിലെ വിവിധ സർവകലാശാലയിലായിട്ട് നടത്തിയിട്ടുള്ള പഠനത്തിൽ നിന്ന് ഇത് നമുക്ക് സ്കിൻ കെയറിൽ ഉപയോഗിച്ചാലുള്ള ഗുണങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. അതിൽ ഫിനോളിക് ആസിഡുകൾ, ഫ്ലാവനോയിഡ്സ്, ആൽക്കലോയിഡുകൾ, സാപ്പോണിൻസ്, ടാനിനുകൾ എന്നിവയൊക്കെ തന്നെ ത്വക്ക് സൗന്ദര്യം കൂട്ടാൻ ശേഷിയുള്ള കാര്യങ്ങളാണ്. ശരീര വീക്കം കുറയ്ക്കാനും അതുപോലെ താരൻ മാറാനും മുടിക്ക് ഉറപ്പേകാനൊക്കെ പേരയിലെ ഈ ഘടകങ്ങളൊക്കെ സഹായിക്കുന്നുണ്ട്. പേരയിലയുടെ സത്ത് മൗത്ത് റിൻസ് ആയിട്ട് ഉപയോഗിച്ചാൽ അണുബാധ കൊണ്ടുണ്ടാകുന്ന ദന്തരോഗം അകറ്റാമെന്നുള്ളതൊക്കെ മണിപ്പാൽ കോളേജ് ഓഫ് ഡെന്റൽ സയൻസ് നടത്തിയിട്ടുള്ള പഠനത്തിലും അതുപോലെ പറയുന്നുണ്ട്. ഇത് പലപ്പോഴും ടൂത്ത് പേസ്റ്റുകളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇതുപോലെ വായ്നാറ്റം പോലുള്ള പ്രശ്നങ്ങളും മോണസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ സഹായിക്കുന്നത് കൊണ്ട് അത്തരം കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാം. ഇനി ഇത് നിങ്ങൾക്ക് മുഖക്കുരു ഒരു സ്പോട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തെ മുഖക്കുരു മാത്രം പുറത്തേക്ക് വരാതെ അത് പോവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതിന് വളരെ തളിരില്ല ഒന്ന് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ട് അത് ആ ഭാഗങ്ങളിൽ മാത്രം ആ സ്പോട്ടിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അത് പിറ്റേ ദിവസത്തേന് നന്നായിട്ട് അതിൻ്റെ ആ ഒരു പസ് നിറഞ്ഞ കാര്യങ്ങളൊക്കെ മാറി പോകുന്നതായിട്ട് കാണാൻ പറ്റും. നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് LDL കൊളസ്ട്രോൾ കൂടുതലും HDL കൊളസ്ട്രോൾ കുറവുമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ചീത്ത കൊളസ്ട്രോളിനെ കളയാൻ വേണ്ടിയിട്ട് നല്ല കൊളസ്ട്രോൾ കൂട്ടാനൊക്കെ
സഹായിക്കുന്നതും ഈ പേരയിലയുടെ വെള്ളം അല്ലെങ്കിൽ ഈ പേരയില ചായ തന്നെയാണ് കേട്ടോ. അല്ലെങ്കിൽ 2 ഇല ചവച്ച് കഴിക്കുന്നതും. ഈ സത്ത് നമ്മൾ ഉള്ളിലേക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഗുണങ്ങൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം തന്നെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയേറെ ഗുണകരമായിട്ടുള്ള കാര്യത്തിൽ നമ്മൾ ചിലർക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യത്തിൽ നിങ്ങളിത് കുടിക്കാതെ പോകരുത്. അങ്ങനെയുള്ളവർക്ക് ഈ ചൂടുള്ള ഈ പേരയില ചായ തണുത്തതിന് ശേഷം അല്പം തേനും നാരങ്ങ നീരും കൂടെ ഒഴിച്ചിട്ടും കുടിക്കാം കേട്ടോ. അത് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒന്നായിട്ട് മാറും. അപ്പോൾ ഇത് ഈ പറഞ്ഞതുപോലെ വെറുതെ നമ്മുടെ വായിൽ വരുന്ന അസുഖങ്ങൾക്ക് മാത്രമല്ല, ഓവറോൾ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും മുടിയുടെ ആരോഗ്യത്തിനും ഫേസിൽ വരുന്ന പ്രശ്നങ്ങൾക്കായാലും അതുപോലെ ഹൃദയ ആരോഗ്യത്തിനും എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നത് ഈ പേരയിലയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലേ. പക്ഷേ ശരിയാണ്, ഇത് പഠനങ്ങളിലൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊരു രോഗത്തിനുള്ള മരുന്നായിട്ടല്ലെങ്കിലും രോഗം വരാതിരിക്കാൻ വേണ്ടി, അത് ക്യാൻസർ പോലുള്ള രോഗങ്ങളും ഹൃദ്രോഗങ്ങളും ഒന്നും വരാതിരിക്കാനും നമ്മുടെ ബോഡിയെ സംരക്ഷിക്കാനും കൂടെ സഹായിക്കുന്ന ഒരു പ്രതിരോധ മാർഗം കൂടെയാണ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇത്തരം അറിവുകൾ. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.